വെൽക്കം ടു സ്റ്റഡി വിൻ പി എസ് സി. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പി എസ് സി ബുള്ളറ്റിനിലെ കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 5 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 5 ചോദ്യങ്ങൾക്കും ഈ ക്ലാസ് മുഴുവനും കണ്ട ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. ഫാത്തിമ ബോഷ് ഫെർണാണ്ടസിന് 2025 വിശ്വസുന്ദരി പട്ടം. തായ്ലൻഡിൽ നടന്ന 74ാം വിശ്വസുന്ദരി മത്സരത്തിലാണ് മിക്സ് മെക്സിക്കോയായ ഫാത്തിമ കിരീടം ചൂടിയത്. ഫാത്തിമ ബോഷ് ഫെർണാണ്ടസിന് 2025 വിശ്വസുന്ദരി പട്ടം. തായ്ലൻഡിൽ നടന്ന 74ാം വിശ്വസുന്ദരി മത്സരത്തിലാണ് മിക്സ് മെക്സിക്കോയായ ഫാത്തിമ കിരീടം ചൂടിയത്. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമത്താവളമാണ് ന്യോമ. കിഴക്കൻ ലഡാക്കിൽ ഇന്ത്യ നിർമ്മിച്ച പുതിയ വ്യോമത്താവളം ന്യോമ. T20 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി എന്ന റെക്കോർഡ് വൈഭവ് സൂര്യവംശിക്ക്. ദോഹയിൽ നടന്ന ഏഷ്യ കപ്പ് റൈസിംഗ് സ്റ്റാർ മത്സരത്തിൽ UAEക്കെതിരെ 32 പന്തിലാണ് സൂര്യവംശി സെഞ്ചുറി കണ്ടെത്തിയത്. T20 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി റെക്കോർഡ് വൈഭവ് സൂര്യവംശിക്ക്. ഓർത്തു വെച്ചോണം, T20 ക്രിക്കറ്റിൽ ഇന്ത്യൻ താരത്തിൻ്റെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി എന്ന റെക്കോർഡ് വൈഭവ് സൂര്യവംശിക്ക്. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 24ാം ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ 10 മെഡലുകൾ നേടി ഇന്ത്യ ജേതാക്കളായി. ബംഗ്ലാദേശിലെ ധാക്കയിൽ നടന്ന 24ാം ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ 10 മെഡലുകൾ നേടി ഇന്ത്യ ജേതാക്കളായി. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. കൊളംബോയിൽ നടന്ന ഫൈനലിൽ നേപ്പാളിനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചാണ് ഇന്ത്യ കിരീടം ചൂടിയത്. കാഴ്ച പരിമിതരുടെ പ്രഥമ വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പ് ഇന്ത്യക്ക്. ലോക സമാധാനത്തിനായി പ്രവർത്തിക്കുന്നവർക്ക് വാർഷിക പുരസ്കാരം ഏർപ്പെടുത്തിയ സംഘടനയായ ഫിഫ പീസ് പ്രൈസ് ഫുട്ബോൾ യുണൈറ്റ്സ് ദ വേൾഡ് പ്രഥമ പുരസ്കാരം 2025 ഡിസംബർ 5 നൽകും. രാജ്യത്തെ പ്രഥമ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ്. രാജ്യത്തെ പ്രഥമ നാഷണൽ ഇൻഡോർ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന് വേദിയാകുന്നത് ഭുവനേശ്വറിലെ കലിംഗ സ്റ്റേഡിയത്തിലാണ്. 16ാമത് പുരുഷ വനിതാ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് 2026 നെതർലാൻഡ്സും ബെൽജിയവും സംയുക്തമായാണ് ആതിഥ്യം വഹിക്കുന്നത്. 16ാമത് പുരുഷ വനിതാ ലോകകപ്പ് ഹോക്കി മത്സരങ്ങൾക്ക് 2026 നെതർലാൻഡ്സും ബെൽജിയവും സംയുക്തമായാണ് ആതിഥ്യം വഹിക്കുന്നത്. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമായി കുറാസോ. 1,56,115 കുറോസോയിലെ ജനസംഖ്യ. 2026 ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമായി കുറാസോ. ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡറർ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടി. ടെന്നീസ് ഇതിഹാസം റോജർ ഫെഡറർ അന്താരാഷ്ട്ര ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഇടം നേടി. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ ഹരിയാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായി. ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഷെഫാലി വർമ്മ ഹരിയാന വനിതാ കമ്മീഷന്റെ ബ്രാൻഡ് അംബാസഡറായി നിയമിതയായി. 34ാമത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ബാഡ്മിൻ്റൺ കിരീടം 2005 സ്വന്തമാക്കി
ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. ഫൈനലിൽ ജപ്പാൻ താരം യൂഷി തനഗയെ 21-15, 21-11 എന്നീ ഗെയിമുകളിൽ കീഴടക്കി. 34ാമത് ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ബാഡ്മിൻ്റൺ കിരീടം 2025 സ്വന്തമാക്കി ഇന്ത്യയുടെ ലക്ഷ്യ സെൻ. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം ട്രിപ്പിൾ ജമ്പ് താരം എൽദോസ് പോളിന്. കേരളത്തിലെ മികച്ച കായിക താരത്തിനുള്ള 37ാമത് ജിമ്മി ജോർജ് പുരസ്കാരം 2025 ട്രിപ്പിൾ ജമ്പ് താരം എൽദോസ് പോളിന്. പുരുഷ ഏകദിന ക്രിക്കറ്റ് ബാറ്ററുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ രോഹിത് ശർമ്മ 1ാമത്. ഏകദിന ബാറ്റിംഗ് റാങ്കിൽ 1ാം സ്ഥാനത്തെത്തുന്ന പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും രോഹിത്തിൻ്റെ പേരിലായി. പുരുഷ ഏകദിന ക്രിക്കറ്റ് ബാറ്ററുടെ റാങ്കിങ്ങിൽ ഇന്ത്യയുടെ രോഹിത് ശർമ്മ 1ാമത്. വേൾഡ് കാലിഗ്രാഫി അസോസിയേഷൻ പ്രസിഡന്റായി ഇന്ത്യക്കാരനായ നാരായണ ഭട്ടതിരി ചുമതലയേറ്റു. ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് അദ്ദേഹം. വേൾഡ് കാലിഗ്രാഫി അസോസിയേഷന്റെ പ്രസിഡന്റായി ഇന്ത്യക്കാരനായ നാരായണ ഭട്ടതിരി ചുമതലയേറ്റു. 2025 നവംബർ 20 ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ അധികാരമേറ്റു. സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 10ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. 2025 നവംബർ 20 ബീഹാർ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 10ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. അപ്പോൾ ഓർത്തു വെച്ചോണം, ബീഹാറിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. ബീഹാറിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിതീഷ് കുമാർ 10ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാകുന്നത്. യുനിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നടി കീർത്തി സുരേഷിനെ തിരഞ്ഞെടുത്തു. യുനിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നടി കീർത്തി സുരേഷിനെ തിരഞ്ഞെടുത്തു. അപ്പോൾ നിലവിലെ യുനിസെഫ് ഇന്ത്യ അംബാസഡർ കീർത്തി സുരേഷാണ്. ഓർത്തു വെച്ചോണം. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം കർണാടകയിലെ മൈസൂരുവിൽ നിലവിൽ വരുന്നു. രാജ്യത്തെ ആദ്യ സിൽക്ക് മ്യൂസിയം കർണാടകയിലെ മൈസൂരുവിൽ നിലവിൽ വരുന്നു. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ രക്ഷിത. സംസ്ഥാനത്ത് ട്രെയിനുകളിൽ യാത്ര ചെയ്യുന്നവരുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പാക്കാൻ കേരള റെയിൽവേ പോലീസ് ആരംഭിച്ച ദൗത്യം ഓപ്പറേഷൻ രക്ഷിത. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ഭാരത് ടാക്സി. സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള കേന്ദ്ര സർക്കാർ പദ്ധതി ഭാരത് ടാക്സി. തമിഴ്നാട്ടിലെ മധുരയാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരമെന്ന് സർവേ. തമിഴ്നാട്ടിലെ മധുരയാണ് ഇന്ത്യയിലെ ഏറ്റവും വൃത്തിയില്ലാത്ത നഗരം. സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നവംബർ 19 പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും റിസർവ് ബാങ്ക് 100 രൂപ നാണയവും പുറത്തിറക്കി. സത്യസായി ബാബയുടെ ജന്മശതാബ്ദിയോടനുബന്ധിച്ച് നവംബർ 19 പോസ്റ്റൽ വകുപ്പ് സ്റ്റാമ്പും റിസർവ് ബാങ്ക് 100 രൂപ നാണയവും പുറത്തിറക്കി. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയായ ഭാരത് നെറ്റ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. സെന്റ് പെന്നി നാണയത്തിൻ്റെ ഉൽപ്പാദനം അവതരിപ്പിച്ച് US. സെന്റ് നാണയത്തിൻ്റെ ഉൽപ്പാദനം അവസാനിപ്പിച്ച് US കേട്ടോ. സെന്റ് പെന്നി നാണയത്തിൻ്റെ ഉൽപ്പാദനം
അവസാനിപ്പിച്ച് US. താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ ലോകത്തിലെ ഏറ്റവും ചെറിയ മൈക്രോ AV ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ നടത്തിയ ആദ്യ സർക്കാർ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. താക്കോൽദ്വാര ശസ്ത്രക്രിയയിലൂടെ ലോകത്തിലെ ഏറ്റവും ചെറിയ മൈക്രോ AV ലീഡ്ലെസ് പേസ് മേക്കർ ചികിത്സ നടത്തിയ ആദ്യ സർക്കാർ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്. കേന്ദ്ര പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ DRDOയുടെ സമുദ്ര പരിവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തിനടുത്തുള്ള പൂവാറിൽ പ്രവർത്തനം തുടങ്ങുന്നു. കേന്ദ്ര പ്രതിരോധ ഗവേഷണ കേന്ദ്രമായ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDOയുടെ സമുദ്ര പരിവേഷണ കേന്ദ്രം തിരുവനന്തപുരത്തിനടുത്തുള്ള പൂവാറിൽ പ്രവർത്തനം തുടങ്ങുന്നു. DRDOയുടെ ഫുൾ ഫോമും കൂടി ഓർത്ത് വെച്ചോണേ. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO. ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാനത്തിനുള്ള 6ാമത് ദേശീയ ജല പുരസ്കാരം മഹാരാഷ്ട്രയ്ക്ക്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ജല പുരസ്കാരം കണ്ണൂർ പായം ഗ്രാമപഞ്ചായത്തും ആന്ധ്രാപ്രദേശിലെ ദുബ്ബിഗനിപ്പള്ളി ഗ്രാമപഞ്ചായത്തും പങ്കിട്ടു. ജലസംരക്ഷണത്തിൽ മികച്ച സംസ്ഥാനത്തിനുള്ള 6ാമത് ദേശീയ ജല പുരസ്കാരം മഹാരാഷ്ട്രയ്ക്ക്. മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള ജല പുരസ്കാരം കണ്ണൂർ പായം ഗ്രാമപഞ്ചായത്തും ആന്ധ്രാപ്രദേശിലെ ദുബ്ബിഗനിപ്പള്ളി ഗ്രാമപഞ്ചായത്തും പങ്കിട്ടു. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വീണ്ടും എംബസി തുറന്ന് ഇന്ത്യ. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ നടന്നു. 56ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേള ഗോവയിൽ നടന്നു. 14ാം ടൈക്കോൺ കേരള 2025 കുമരകത്ത് നടന്നു. 14ാം ടൈക്കോൺ കേരള 2025 കുമരകത്ത് നടന്നു. 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി 2025 നവംബർ 6 മുതൽ 21 വരെ ബ്രസീലിലെ ബെലമെലിൽ നടന്നു. 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി 2025 നവംബർ 6 മുതൽ 21 വരെ ബ്രസീലിലെ ബെലമെലിൽ നടന്നു. ഓർത്തു വെച്ചോണം, 30ാമത് ആഗോള കാലാവസ്ഥാ ഉച്ചകോടി 2025 നടന്നിരിക്കുന്നത് ബ്രസീലിലാണ്. ഓക്കെ, ബ്രസീലിലെ ബെലമെലിൽ. (2025) 20ാമത് G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്നു. 2025 20ാമത് G20 ഉച്ചകോടി ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിൽ നടന്നു. ഓർത്തു വെച്ചോണം, 2025 G20 ഉച്ചകോടി നടന്നിരിക്കുന്നത് ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നാസ്ബർഗിലാണ്. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത വാദ്യകലാകാരനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക്. ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാനും പ്രശസ്ത വാദ്യകലാകാരനുമായ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർക്ക്. അപ്പോൾ ഇപ്പോഴത്തെ കേരള സംഗീത നാടക അക്കാദമി ചെയർമാനാണ് മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ. അദ്ദേഹത്തിനാണ് ഇന്റർനാഷണൽ സെന്റർ ഫോർ കഥകളിയുടെ ഈ വർഷത്തെ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റിനകത്തു നിന്ന് 2 ചോദ്യം പഠിക്കുന്നുണ്ട്. ഓക്കെ, 2 ചോദ്യത്തിനുള്ള ഉത്തരം അല്ലേ. കെ പൊന്ന്യം സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മയ്ക്ക്. കെ പൊന്ന്യം സ്മാരക പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മയ്ക്ക്. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ചിലിയുടെ ആദ്യ വനിതാ പ്രസിഡന്റും UN മനുഷ്യാവകാശ പ്രവർത്തനങ്ങളുടെ മുൻ മേധാവിയുമായ മിഷേൽ ബാച്ചലെക്ക്. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചിരിക്കുന്ന ആർക്കാണ്? മിഷേൽ ബാച്ചലേക്ക്.
മിഷേൽ ബാച്ചിലെ. 2024 ഇന്ദിരാഗാന്ധി സമാധാന സമ്മാനം ലഭിച്ചിരിക്കുന്നത് മിഷേൽ ബാച്ചിലേക്ക്. സംഗീത രത്നാകരം പുരസ്കാരം ഡോക്ടർ ഓമനക്കുട്ടിക്ക്. സംഗീത രത്നാകരം പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഡോക്ടർ ഓമനക്കുട്ടിക്ക്. ലോകത്തിലെ ഏറ്റവും പഴയതെന്ന് കരുതപ്പെടുന്ന ഡൈനോസറിന്റെ അസ്ഥികൂടം അർജന്റീനയിലെ ആൻഡീസ് പർവ്വതനിരകളിൽ നിന്ന് ലഭിച്ചു. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 1-ാം സ്ഥാനത്ത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് പട്ടികയിൽ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം 1-ാം സ്ഥാനത്ത്. ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച് ബീഹാറിലെ ഗോഗാബിൽ തടാകം. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് തടാകമാണ് ഗോഗാബീൽ. ഓക്കെ. ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച് ബീഹാറിലെ ഗോഗാബീൽ തടാകം. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് തടാകമാണ് ഗോഗാബീൽ. ഈ ഒരു പോയിന്റിനകത്ത് കുറേ ചോദ്യങ്ങൾ പഠിക്കാം. എന്താണ്? ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച് ബീഹാറിലെ ഗോഗാബീൽ തടാകം. അപ്പോൾ ഗോഗാബീൽ തടാകം ഏത് സംസ്ഥാനത്താണ്? ബീഹാറിൽ. ഇന്ത്യയിലെ ആദ്യ കമ്മ്യൂണിറ്റി റിസർവ് തടാകമാണ് ഗോഗാബീൽ. ഓക്കെ. അപ്പോൾ ആഗോള തണ്ണീർത്തടങ്ങളുടെ പട്ടികയായ റംസാറിൽ ഇടം പിടിച്ച് ബീഹാറിലെ ഗോഗാബീൽ തടാകം. നവംബർ 2 ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03 ജിസാറ്റ് 7R. 4410 കിലോയാണ് ഭാരം. 2025 നവംബർ 2 ഇന്ത്യ വിക്ഷേപിച്ച ഏറ്റവും ഭാരമേറിയ വാർത്താവിനിമയ ഉപഗ്രഹമാണ് CMS-03 ജിസാറ്റ് 7R. 4410 കിലോയാണ് ഭാരം. ശബ്ദത്തിലൂടെ സംവേദിക്കാൻ കഴിയുന്ന ലോകത്തെ ആദ്യ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലാണ് ലൂണ AI. സ്പാർഷ് അഗർവാൾ ആണ് വികസിപ്പിച്ചത്. ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തെ ആദ്യ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലാണ് ലൂണ AI. സ്പാർഷ് അഗർവാൾ ആണ് വികസിപ്പിച്ചത്. അപ്പോൾ ശബ്ദത്തിലൂടെ സംവദിക്കാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യ സ്പീച്ച് ടു സ്പീച്ച് AI മോഡലാണ് ലൂണ AI. അരുണാചൽ പ്രദേശിൽ നിന്നും കടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന അപതാനി കൊമ്പൻ തവളയെയും കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ ശിരുവാണി വനത്തിൽ നിന്നും അപകടവേളയിൽ ഭീഷണിയുടെ രീതിയിൽ പ്രതികരണം നടത്തുന്ന 200 തവളയെയും കണ്ടെത്തി. അരുണാചൽ പ്രദേശിൽ നിന്നും കടിക്കുകയും നിലവിളിക്കുകയും ചെയ്യുന്ന അപതാനി കൊമ്പൻ തവളയെയും കേരളത്തിലെ പശ്ചിമഘട്ടത്തിൽ ശിരുവാണി വനത്തിൽ നിന്ന് അപകടവേളയിൽ ഭീഷണിയുടെ രീതിയിൽ പ്രതികരണം നടത്തുന്ന 200 തവളയെയും കണ്ടെത്തി. ബോളിവുഡ് ഇതിഹാസ താരം ധരം സിംഗ് ദിയോൾ അന്തരിച്ചു. ബോളിവുഡിലെ ഹീമാൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. ബോളിവുഡ് ഇതിഹാസ താരം ധരം സിംഗ് ദിയോൾ അന്തരിച്ചു. ബോളിവുഡിലെ ഹീമാൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. അരയാലികളുടെ അമ്മ, വൃക്ഷമാതെ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക സാലു മരദ തിമ്മക്ക അന്തരിച്ചു. 2019 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. അരയാലികളുടെ അമ്മ, വൃക്ഷമാതെ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കർണാടകയിലെ പ്രമുഖ പരിസ്ഥിതി പ്രവർത്തക സാലു മരദ തിമ്മക്ക അന്തരിച്ചു. 2019 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിരുന്നു. പ്രശസ്ത ജാപ്പനീസ് ചലച്ചിത്ര താരം തസുയ നക്കാഡായി അന്തരിച്ചു. ഊർജാസൂത്രണ രംഗത്തെ പ്രഗത്ഭ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ VK ദാമോദരൻ അന്തരിച്ചു. ഊർജാസൂത്രണ രംഗത്തെ പ്രഗത്ഭ ശാസ്ത്രജ്ഞൻ പ്രൊഫസർ VK ദാമോദരൻ അന്തരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്